ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ടി വിയിൽ അനിയും നന്ദുവായിട്ടുള്ള രംഗങ്ങളൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്നിട്ടും മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും, മുത്തശ്ശനും ദേഷ്യം വരും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അജയ ഇതൊക്കെ, നിനക്ക് നിൻ്റെ മകനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ പറ്റില്ലായിരുന്നോ? ഈ കാര്യമൊക്കെ നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അജയൻ പറയും, അത് അമ്മയെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നിൻ്റെ നേർ പകുതിയാണ് നിൻ്റെ അനിയൻ അല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് നീ എന്തുകൊണ്ട് അവനെ തിരുത്തിയില്ല എന്ന് ആദർശനോടും ചോദിക്കുന്നുണ്ട്. ആദർശൊന്നും മിണ്ടാ നിൽക്കണം, നയനയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അച്ഛ അത് അനിയുടെ മാത്രം തെറ്റൊന്നും അല്ല, അനാമികയുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടെന്ന്. അതൊന്നും നീ ഇനി പറയണ്ട, എന്തൊക്കെയായാലും ഇങ്ങനൊരു രംഗം കണ്ടു കഴിഞ്ഞാൽ ഏത് ഭാര്യയാണ് സഹിക്കുന്നതെന്നൊക്കെ. അപ്പം ജാനകി കയറി പറയുന്നുണ്ട്, ആ ആടി നടക്കുന്ന അവളുടെ പുറകെ എൻ്റെ മകൻ നടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പോൾ അത് കേട്ട് ജാനകി അങ്ങ് മിണ്ടാ നിൽക്കും. എന്തായാലും ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേനും ജലജ പറയും, എൻ്റെ അവിയായിരുന്നു ഇതുപോലെ വല്ലതും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരോടും എന്തെല്ലാം പറഞ്ഞേനെന്ന്. അപ്പം ജലജയോടും ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശൻ. ഇനി ഇടയ്ക്ക് കയറി നീ സംസാരിച്ച് പോയേക്കരുത്, നിൻ്റെ മകൻ അത്രയ്ക്ക് പുണ്യവാളനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ എന്ന്. എന്തായാലും നീ അവനെ വിളിക്ക്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊക്കെ പറയും. അപ്പം അതിനെ ആകെ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം അനി കൂട്ടുകാരൊക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, നിന്നോട് നന്ദുവിന് ശരിക്കും സ്നേഹമൊക്കെ ഉണ്ട്, അത് നീ വിട്ട് കളയരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നിക്കണം എന്നൊക്കെ പറയും. പിന്നെ അനാമിക എങ്ങാനും ആ വീഡിയോ വല്ലതും മുത്തശ്ശിയും കാണിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ അനി പറയുന്നുണ്ട്. അവൾ അതൊന്നും കാണിക്കത്തില്ലായിരിക്കും എന്ന് പറയും. അങ്ങനെ എങ്ങാനും കാണിച്ച് ആകെ പ്രശ്നത്തിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അച്ഛൻ്റെ കോള് വരികയാണ് അനിക്ക്. അപ്പം അച്ഛനാണല്ലോ വിളിക്കുന്നത്, ചിലപ്പോൾ ഇനി ജ്വല്ലറിയിലേക്ക് ചെല്ലാനോ വല്ലതും ആയിരിക്കുമോ പറയുന്നത്, എനിക്കാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്ന ഇഷ്ടമേ ഇല്ല എന്നൊക്കെയാണ് അനി പറയുന്നത്. അതൊന്നും സാരമില്ല, നീ കോൾ എടുക്കുമെന്ന് പറയും. അപ്പം കോൾ എടുക്കുമ്പോഴത്തേന് അജയൻ എന്തോ പറയുന്നത് കേട്ടിട്ട് ആകെ ടെൻഷൻ ആകുന്നുണ്ട് അനിക്ക്. അപ്പം അനി പറയാം, എന്തോ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, വീട്ടിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയും. നീ ടെൻഷനൊന്നും അടിക്കണ്ട, ചിലപ്പം നന്ദു അങ്ങനെ വിളിച്ച് പറഞ്ഞു കാണും നീ അവളെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നെന്ന്, അത് പറഞ്ഞു കാണുമെന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് ഉടനെ അനി പറയുന്നത്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അനാമിക ഓടി ഇറങ്ങി വന്ന് രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ അതേ വീഡിയോ ഒക്കെ എൻ്റെ അമ്മായിയമ്മ കാണിച്ചു കൊടുത്തു മുത്തശ്ശനെയും മുത്തശ്ശിയെ, ഇപ്പോൾ അവിടെ ആകെ പ്രശ്നത്തിലാണെന്നൊക്കെ പറയും. ആ കളവിയും കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വേണുവിനോടും പറയുന്നുണ്ട്, ആ വീഡിയോ ഒക്കെ ജാനകി കളവിയും കാണിച്ചു, അവിടെ ഇപ്പോൾ ആകെ പ്രശ്നമാണെന്ന് പറയും. ഇനി മോളെ നീ ഇനിയാണ് കളി കളിക്കേണ്ടത്, നിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, നിൻ്റെ അമ്മായിമ്മ വന്നാലും നിൻ്റെ ഇളയമ്മ വന്നാലും അപ്പച്ചി വന്നാലും ആര് വന്നാലും നീ ഇനി പോകരുത്, നീ ഓരോ ഡിമാൻഡ് വെക്കണം, ഇനി നിന്നെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ആ കിളവിയുടെ കയ്യിലിരിക്കുന്ന കുറേ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിനക്ക് അവർ തരണം, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇനി ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ പറയും. അനി വരുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നേരത്തെയൊക്കെ ഇവിടെ 10 മണി കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തു പോവുകയോ അതിന് ശേഷം ആരും ഇവിടെ ഇട്ട് കയറി വരികയോ ചെയ്യത്തില്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ അസുഖമൊക്കെ മാറിയെങ്കിൽ പോലും ഗുളികയൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങുന്ന കാരണമാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത്, ഇവിടെ ആരും എന്നോടൊന്നും പറയാറുമില്ല, എല്ലാവരും തോന്നിവാസം അങ്ങ് നടക്കുകയല്ലേ എന്നൊക്കെ, അത് ആരും പറയുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിയാത്തതെന്നൊക്കെ പറയും. ആ സമയത്ത് അനി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ജാനകി പറയും, വരുന്നുണ്ടെന്ന് പറയും. അപ്പം മുത്തശ്ശൻ എൻ്റെ അടുത്തൂടെ അനി വരുമ്പോഴത്തേനും ഉടനെ അനിയെ പിടിച്ചു നിർത്തുന്നുണ്ട് മുത്തശ്ശൻ. എന്താടാ ഈ കണ്ടെന്ന് ചോദിക്കും. നീ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല, നീ എന്നോട്ടെ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്, എവിടുന്ന് പഠിച്ചത് ഇതൊക്കെ, നീ കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ ശരിയാകാതെ പോവുകയല്ലേ, അവളുടെ ഭാവി നീ ഇല്ലാതാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ജലജ അതിനിടയ്ക്ക് കയറി പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ ചോദിച്ചത് നീ കേട്ടില്ലേ, നീ എന്താ ചെയ്തിരിക്കുന്നത് പറയുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നാനി പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന്, എനിക്കിതൊന്നും കേൾക്കണ്ട, നീ എന്തായാലും അനാമിക മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളെ സ്നേഹിച്ച് കൂടെ കഴിഞ്ഞോണം എന്നൊക്കെ പറയും. അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല മുത്തശ്ശ, എനിക്ക് അവളെ സ്നേഹിക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അനി അങ്ങ് കയറി പോവാണ്. മുത്തശ്ശൻ അങ്ങ് അടി കൊണ്ട പോലെ പോവും. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, നിന്നെ അവന് ജീവനാണ്, സ്വന്തം അമ്മയെക്കാട്ടിലും ജീവനാണ്, അപ്പം അവനോട് നീ പറഞ്ഞു വേണം തിരുത്താനെന്നൊക്കെ പറയും. അതൊന്നും ഇനി നടക്കും തോന്നുന്നില്ല അച്ഛാന്ന് പറഞ്ഞേ ദേവയാനി പറയുന്നുണ്ട്. അതങ്ങനെ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ, ആ നന്ദുവിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നത്, അഭിയാണ് വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്തെല്ലാം പറഞ്ഞേനെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഒരു ചെറിയ തെറ്റ് കണ്ടപ്പോഴത്തേന് നിൻ്റെ മകനെ വെള്ളപൂശാനൊന്നും നോക്കണ്ട, അവൻ ചെയ്തത്രയും തെറ്റ് ഈ വീട്ടിൽ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും.
ജലജയ്ക്ക് മതിയാവുന്നുണ്ട്. അന്നേരം മുത്തച്ഛൻ എല്ലാവരോടുമായിട്ട് താക്കീതിലൊക്കെ സംസാരിച്ചിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. അത് കഴിയുമ്പോഴത്തേന് അജയൻ ജാനകിയോട് ഇരിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ അമ്മയെ അച്ഛനെയും കാണിക്കാൻ പോയെന്നൊക്കെയോ, എനിക്ക് എൻ്റെ മരുമോളെ വേണം, എൻ്റെ മരുമോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജാനകിയും ദേഷ്യപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനി സങ്കടപ്പെട്ട് വന്ന് സീറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കരയൊക്കെയാണ്. ആ സമയത്ത് ദേവയാനിയും നയനയും കൂടെ അങ്ങോട്ട് വന്ന് വിളിക്കുന്നുണ്ട്, മോനെ നീ എന്തായാലും അനാമികയായിട്ട് ഇനി ഒത്തുപോകുകയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതുപോലൊരു കൊലയാളിയായ ഒരു പെണ്ണിൻ്റെ കൂടെ ഒന്നും ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നന്ദുവായിട്ട് ഒന്നിക്കാനായിട്ട് ഇനി ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന്. മോനെ നീ നന്ദുവായിട്ട് ഒന്നിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട, പക്ഷേ അനാമികയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അച്ഛനും അമ്മയൊക്കെ അതുപോലല്ലേ സംസാരിച്ചെന്നൊക്കെ പറയും, സത്യങ്ങൾ അറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ചെയ്യുന്നൊക്കെ പറയും. നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നന്ദുവിൻ്റെ പുറകെയുള്ള പോക്ക് നീ അങ്ങ് നിർത്തിയേര്, അത് ഞാനോ അച്ഛനോ അമ്മയോ എൻ്റെ ചേച്ചിയോ ഒന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് നയന. മോൻ എന്തായാലും സങ്കടപ്പെടാതിരിക്കുക, അതിനൊക്കെ എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് അങ്ങ് പോവുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നയനയും അങ്ങ് പോവും. അത് കഴിയുമ്പോഴത്തേന് അനി അങ്ങ് സങ്കടപ്പെട്ട് അങ്ങിരിക്കുകയാണ്. പിന്നീട് നയനയും ദേവേനയും കൂടെ ചെന്നിട്ട് ആദർശനോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന്. അമ്മ പറയും എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അതുപോലെ ചെയ്യാമെന്നൊക്കെ പറയും. അവളെ ഇനി ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ ഭയങ്കര പാടാണ്, പക്ഷേ അവളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല, അങ്ങനെ വിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് വിടേണ്ട എന്നാൽ അച്ഛനോടും അമ്മയോടും സത്യങ്ങളൊക്കെ പറയണം, അവൾ ഇങ്ങനെ ഒരു കൊലയാളിയായ മരുമോളാണെന്നുള്ള കാര്യം അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അത് അറിയിച്ചിട്ടാണേലും അവനെ രക്ഷപ്പെടുത്തണം, അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം ആദർശം പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ മുമ്പിലോട്ട് ചെല്ലാൻ പോലും പറ്റത്തില്ല, അവൻ വയലൻ്റ് ആകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അവന് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് അവസാന ഘട്ടത്തിലാണ് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയനയും സങ്കടപ്പെട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ആദർശനാണെങ്കിൽ അനിയുടെ കാര്യം ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് ഇരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.